ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കേരള PSCയുടെ എല്ലാ ചോദ്യങ്ങളും ഈ ചാനലിൽ ഞങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. അധ്യായം 2 ഡിസ്കസ് ചെയ്യുന്നു ലോകം 20-ാം നൂറ്റാണ്ടിൽ. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഇവിടെ നിന്ന് ഓർത്തിരിക്കുക. ഈ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ ഇവിടെയെല്ലാം അതിരുകൾ ഏകദേശം എല്ലാം സ്ട്രെയിറ്റ് ലൈനിലാണ്. അപ്പോൾ ഇനി PSC ഒന്ന് ചോദിക്കാം, ഏത് ഭൂഖണ്ഡത്തിലാണ് അവയുടെ രാജ്യങ്ങളിലെ അതിർത്തികളെല്ലാം ഒരു നേർരേഖയിൽ ഉള്ളത് എന്ന് ചോദിച്ചാൽ അത് ആഫ്രിക്കയിലെ രാജ്യങ്ങളെയാണ് ഈ വേർതിരിച്ചിട്ടുള്ളത്, ഏകദേശമെല്ലാം നേർരേഖയിൽ. അത് ഇവിടെ ഒന്ന് ഓർത്തിരിക്കുക. അടുത്ത് നോക്കുന്നു, 1-ാം ലോക മഹായുദ്ധം. വർഷം നേരത്തെ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചു, 1914. ഇനി ഈ 1-ാം ലോക മഹായുദ്ധത്തോട് അനുബന്ധിച്ചിട്ടാണ് 2 സഖ്യകക്ഷികൾ രൂപം കൊണ്ടത്. ഒന്ന് ത്രികക്ഷി സഖ്യവും മറ്റൊന്ന് ത്രികക്ഷി സൗഹാർദ്ദവും. അപ്പോൾ അതിലെ രാജ്യങ്ങളാണ് നമുക്കൊന്ന് ഓർത്തിരിക്കേണ്ടത്. ത്രികക്ഷി സഖ്യത്തിൽ ഉള്ള രാജ്യങ്ങൾ എന്ന് പറയുന്നത് ജർമ്മനി, ഓസ്ട്രിയ, ഇറ്റലി. ജർമ്മനി, ഓസ്ട്രിയ, ഇറ്റലി. ത്രികക്ഷി സൗഹാർദ്ദം ആ ടീമിൽ ഉള്ളത് ഇംഗ്ലണ്ട്, ഫ്രാൻസ്, റഷ്യ. അപ്പോൾ ഇത് ഇത്രയും ഇവിടെ ഒന്ന് ഓർത്തിരിക്കുക. പിന്നെയുള്ളത് പ്രസ്ഥാനങ്ങൾ. പാൻസ്ലാവ് പ്രസ്ഥാനം, പാൻ ജർമ്മൻ പ്രസ്ഥാനം, പ്രതികാര പ്രസ്ഥാനം. ഇതിൽ പാൻസ്ലാവ് പ്രസ്ഥാനം PSC ആവർത്തന ചോദ്യങ്ങളാണ്. അതായത് ഇത് രൂപീകരിച്ചത് ഏത് രാജ്യത്തിൻ്റെ സഹായത്തോടു കൂടിയാണ്? പാൻസ്ലാവ് പ്രസ്ഥാനം എവിടത്തതാണ്? റഷ്യയിലാണ്. അപ്പോൾ കിഴക്കൻ യൂറോപ്പിലെ സെർബിയ, ബൾഗേറിയ, ഗ്രീസ് തുടങ്ങിയ രാജ്യങ്ങളിലെ സ്ലാവ് വംശരെ തങ്ങളുടെ നേതൃത്വത്തിൽ ഏകീകരിക്കാൻ റഷ്യ ആഗ്രഹിച്ചു. അതിനായി ഈ മേഖലയിൽ റഷ്യൻ സഹായത്തോടെ രൂപീകരിച്ച പ്രസ്ഥാനമായിരുന്നു പാൻസ്ലാവ് പ്രസ്ഥാനം. അപ്പോൾ പാൻസ്ലാവ് പ്രസ്ഥാനം റഷ്യ. പാൻ ജർമ്മൻ പ്രസ്ഥാനം അത് ചോദിക്കാൻ വഴിയില്ല, കാരണം അതിൽ തന്നെ ആൻസർ ഉണ്ട്, ജർമ്മൻ. ഇനി പ്രതികാര പ്രസ്ഥാനം ചോദിക്കാം, അത് ഏത് രാജ്യം? ഫ്രാൻസ്. പിന്നുള്ളത് ഈ രാജ്യങ്ങളുടെ സാമ്രാജ്യത്വ രാഷ്ട്രങ്ങളുടെ പ്രതിസന്ധികൾ. അതിൽ ഏറ്റവും പ്രധാനം മൊറോക്കൻ പ്രതിസന്ധി, ബാൾക്കൻ പ്രതിസന്ധി. 1904 ബ്രിട്ടനും ഫ്രാൻസും തമ്മിൽ ഒപ്പിട്ട രഹസ്യസന്ധി അനുസരിച്ച് ആഫ്രിക്കൻ രാജ്യമായ മൊറോക്കോയിൽ ഫ്രാൻസിൻ്റെ ആധിപത്യം ബ്രിട്ടൻ അംഗീകരിച്ചു. എന്നാൽ മൊറോക്കോ കൈവശപ്പെടുത്താൻ ആഗ്രഹിച്ച ജർമ്മനി ഇത് അംഗീകരിച്ചില്ല. അപ്പോൾ മൊറോക്കൻ തുറമുഖമായ അഗഡീറിലേക്ക് ജർമ്മനി യുദ്ധക്കപ്പലുകൾ അയച്ചു. തുടർന്നുള്ള അനുരഞ്ജന ചർച്ചയിൽ തങ്ങളുടെ കോളനിയായ ഫ്രഞ്ച് കോങ്കോയുടെ ചില ഭാഗങ്ങൾ ജർമ്മനിക്ക് നൽകി ഫ്രാൻസ് ഈ പ്രശ്നം പരിഹരിച്ചു. എങ്കിലും ഫ്രാൻസും ജർമ്മനിയും തമ്മിലുള്ള ശത്രുത തുടർന്നു. അപ്പം ഈ മൊറോക്കൻ പ്രതിസന്ധി ആരൊക്കെ തമ്മിലായിരുന്നു എന്ന് ചോദിച്ചാൽ അത് ഫ്രാൻസും ജർമ്മനിയും. പിന്നെയുള്ളത് 1-ാം ലോക മഹായുദ്ധത്തിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് 1914 തുടങ്ങിയത്. അന്ന് ജൂണിൽ ഓസ്ട്രിയൻ കിരീടാവകാശിയായ ഫ്രാൻസിസ് ഫെർഡിനൻഡ്, അപ്പോൾ ആ ടേം ഒന്ന് ഓർത്തിരിക്കുക, ഓസ്ട്രിയൻ കിരീടാവകാശിയായ ഫ്രാൻസിസ് ഫെർഡിനൻഡിനെ ബോസ്നിയൻ തലസ്ഥാനമായ സാരായാവോ, അതും പ്രധാനം, ബോസ്നിയൻ തലസ്ഥാനമായ സാരായാവോയിൽ വെച്ച് സെർബിയൻ യുവാവായ ഗൗലോ പ്രിൻസപ്പ് വെടിവെച്ച് കൊന്നു. അപ്പോൾ ഇതിന് സെർബിയയാണ് ഉത്തരവാദി എന്ന് പ്രഖ്യാപിച്ച ഓസ്ട്രിയ സെർബിയയ്ക്ക് മേൽ 1914 ജൂലൈ 28 യുദ്ധം പ്രഖ്യാപിച്ചു.
അപ്പോൾ ഇതിനോട് അനുബന്ധിച്ച് മറ്റു രാജ്യങ്ങൾ അവർക്ക് അനുകൂലമായി പ്രതികൂലമായി വന്നു. അങ്ങനെയാണ് ഈ ഒന്നാം ലോക മഹായുദ്ധം ആരംഭിച്ചത്. അപ്പോൾ ആ പേരുകളൊന്ന് പഠിക്കുക. ഫ്രാൻസിസ് ഫെർഡിനൻഡിനെ വധിച്ചത് ആരാണ് വധിച്ചത്? ഗൗലോ പ്രിൻസപ്പ്. ഇനി ഒന്നാം ലോക മഹായുദ്ധം അവസാനിച്ചു 1918. ഇനി വേഴ്സായ് സന്ധി PSCയുടെ ചോദ്യമാണ്. ജർമ്മനിയുമായി 1919 ഒപ്പുവെച്ച ഉടമ്പടിയാണ് ഈ വേഴ്സായ് ഉടമ്പടി. ഈ ജർമ്മനി പരാജയ ടീമിലാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ജയിച്ച ടീമായ ബ്രിട്ടൻ്റെ ഫ്രാൻസും എതിർഭാഗത്തും ജർമ്മനിയുമായി ചേർന്ന് 1919 വേഴ്സായ് സന്ധി ഒപ്പുവെച്ചത്. പിന്നുള്ളത് കറുത്ത വ്യാഴാഴ്ച. നേരത്തെ കഴിഞ്ഞ ചാപ്റ്ററിൽ ഒരു രക്തരഹിത ഞായറാഴ്ച പഠിച്ചു. ഇവിടെ കറുത്ത വ്യാഴാഴ്ച 1929 ഒക്ടോബർ 24 ന്യൂയോർക്ക് ഓഹരി കമ്പോളത്തിലുണ്ടായ തകർച്ച കറുത്ത വ്യാഴാഴ്ച എന്നറിയപ്പെടുന്നു. നമുക്ക് വർഷം പ്രധാനം 1929 ഒക്ടോബർ 24. 1929 ഒക്ടോബർ 24 ന്യൂയോർക്ക് ഓഹരി കമ്പോളത്തിൽ തകർച്ചയാണ് ഈ കറുത്ത വ്യാഴാഴ്ച എന്ന് അറിയപ്പെടുന്നിരുന്നു. ഇനിയാണ് PSCയുടെ സ്ഥിരം ചോദ്യം. ഫാസിസം, നാസിസം ഇവിടെയാണ് തുടങ്ങുന്നത്. ലാറ്റിൻ പദം അതൊന്നും നമുക്ക് വേണ്ട. നമുക്ക് പ്രധാനം മുസോളിനി ഫാസിസം. അപ്പം മുസോളിനി ഫാസിസം തെറ്റിപ്പോകരുത്. ഈ സെനൻസ് ഒന്ന് പഠിക്കുക. സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ട് ആരാണ് പറഞ്ഞതെന്ന് ചോദിക്കും. പുരുഷന് യുദ്ധം, സ്ത്രീക്ക് മാതൃത്വം എന്നതുപോലെയാണ്. ഇങ്ങനെ പറഞ്ഞത് മുസോളിനി, ബെനിറ്റോ മുസോളിനി. അപ്പോൾ ഫാസിസം എവിടെയാണ്? ഇറ്റലിയിലാണ് വളർന്നു വന്നത്. ഫാസിസം ഇറ്റലി, മുസോളിനി. അപ്പോൾ അതങ്ങനെ ചേർത്ത് തന്നെ പഠിക്കുക. ഫാസിസം ഇറ്റലി, മുസോളിനി. പിന്നുള്ളത് അദ്ദേഹം രൂപീകരിച്ച സൈനിക വിഭാഗം. ബ്ലാക്ക് ഷർട്ട് ഉണ്ട്, ബ്രൗൺ ഷർട്ട് ഉണ്ട്. അപ്പോൾ ഇതൊന്നും മാറിപ്പോകരുത്. ഫാസിസ്റ്റ് നയങ്ങൾ നടപ്പിലാക്കുന്നതിന് കരിങ്കുപ്പായക്കാർ, ബ്ലാക്ക് ഷർട്ട്സ് എന്ന സൈനിക വിഭാഗത്തെ ഉപയോഗിച്ച് എതിരാളികളെ അടിച്ചമർത്തി. ആര്? നമ്മുടെ മുസോളിനി. ഇനി വരുന്നു ഹിറ്റ്ലറും നാസിസവും എവിടെയാണ്? ജർമ്മനി. അപ്പോൾ നമ്മൾ നേരത്തെ കോഡൊക്കെ വെച്ച് പഠിച്ചിട്ടുണ്ട്. ജർമ്മനി എന്നെഴുതുക. നായിൽ അവസാനിക്കുന്നു നാസിസം. ആ നാസി പാർട്ടി ഹിറ്റായിട്ടുണ്ട്. ഹിറ്റ്ലർ, അല്ലെങ്കിൽ ഓർക്കുക ജർമ്മനിയിലാണ് മെഴ്സിഡസ് ബെൻസ്, ഓടി കാറൊക്കെ നിർമ്മിക്കുന്നത്. ഇതെല്ലാം ഹിറ്റാണ്. അപ്പോൾ ഹിറ്റ്ലർ. പിന്നുള്ളത് ഇദ്ദേഹത്തിൻ്റെ സൈനിക എന്ന് പറയുന്ന ബ്രൗൺ ഷർട്ടാണ്. മുസോളിനിക്ക് ബ്ലാക്ക് ഷർട്ടും ഇദ്ദേഹത്തിൻ്റെ ബ്രൗൺ ഷർട്ടും. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇത്രയും തന്നെയാണ് ഈ ഒരു ഭാഗത്തുള്ളത്. ഇനി ഇവിടെയുണ്ട് തവിട്ടു കുപ്പായക്കാർ, ബ്രൗൺ ഷർട്ട്സ് എന്ന സൈന്യത്തിനും ഗെസ്റ്റപ്പോ എന്ന രഹസ്യ സംഘടനയ്ക്കും രൂപം നൽകിയത് ആരാണ്? ഹിറ്റ്ലർ. അപ്പോൾ ഹിറ്റ്ലർ ബ്രൗൺ ഷർട്ട്സ് ആണ് അദ്ദേഹത്തിൻ്റെ സൈനിക വിഭാഗം. രഹസ്യ സംഘടന ചോദിച്ചാൽ അത് ഗെസ്റ്റപ്പോ. ഇനി PSCയുടെ ഒരു ചോദ്യമുണ്ട്. ചെമ്പക രാമൻ പിള്ള, അദ്ദേഹവും നാസികളും. ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ജീവിതാന്ത്യം വരെ പോരാടിയ വിപ്ലവകാരിയാണ് മലയാളിയായ ചെമ്പക രാമൻ പിള്ള. കാബൂൾ ആസ്ഥാനമാക്കി രാജമഹേന്ദ്ര പ്രതാപ് സ്ഥാപിച്ച ഒന്നാമത്തെ സ്വതന്ത്ര ഭാരത സർക്കാരിൽ വിദേശകാര്യമന്ത്രിയായിരുന്നു ചെമ്പക രാമൻ പിള്ള. അപ്പോൾ ഈ ചോദ്യമൊന്ന് ഓർക്കുക. കാബൂൾ ആസ്ഥാനമാക്കി രാജ മഹേന്ദ്ര പ്രതാപ് സ്ഥാപിച്ച ഒന്നാമത്തെ സ്വതന്ത്ര ഭാരത സർക്കാരിൻ്റെ വിദേശകാര്യ മന്ത്രിയായിരുന്നു നമ്മുടെ മലയാളിയായ ചെമ്പക രാമൻ പിള്ള.
നമ്മൾ നേരെ രണ്ടാം ലോകമഹായുദ്ധം വർഷം പഠിക്കുക. 1939 മുതൽ 45 വരെ, 39 മുതൽ 45 വരെ. ഇവിടെയും രണ്ട് സഖ്യകക്ഷികളുണ്ട്. കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചാണ്. പാരീസ് സമാധാന സന്ധി പ്രകാരം വർഷം 1919. ഇനി ഇവിടെ രണ്ട് ടീമുകൾ വീണ്ടും രൂപം കൊണ്ടിട്ടുണ്ട്. അതിൽ ആദ്യ ടീമിലെ പറയുന്നത് അച്ചുതണ്ട് സഖ്യം. അച്ചുതണ്ടിൽ സഖ്യമുള്ളത് ജർമ്മനി, ഇറ്റലി, ജപ്പാൻ. ഇതിനെതിരെയുള്ളത് ഫ്രാൻസ്, ഇംഗ്ലണ്ട്, ചൈന. ഇത് സഖ്യശക്തികൾ. നേരത്തേത് അച്ചുതണ്ട് സഖ്യം, ഇത് സഖ്യശക്തികൾ. അപ്പോൾ ഇതിലെ രാജ്യങ്ങൾ ഒന്ന് ഓർത്തിരിക്കുക. ഇവിടെ ഉണ്ട് അച്ചുതണ്ട് ശക്തികളിൽ ജർമ്മനി, ഇറ്റലി, ജപ്പാൻ. സഖ്യശക്തികൾ ഇംഗ്ലണ്ട്, ഫ്രാൻസ്, ചൈന. ഇനി മ്യൂണിക് ഉടമ്പടി അല്ലെങ്കിൽ PSC ചോദിക്കും മ്യൂണിച്ച് ഉടമ്പടി. വർഷം പ്രധാനം 1938. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ പറയുമെങ്കിലും ഇതെല്ലാം ഒന്ന് നോട്ട് എഴുതി വച്ചാൽ അത് ഏറ്റവും ഉപകാരം ആയിരിക്കും. വർഷങ്ങളെല്ലാം ഒന്ന് എഴുതി നമ്മുടേതായ രീതിയിലൊന്ന് പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇത് പറയുന്നത് ഇതെല്ലാം PSCക്ക് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ടെക്സ്റ്റ് ബുക്കും കവർ ചെയ്യുന്നുണ്ട് എന്ന് ജസ്റ്റ് ഒന്ന് അറിയിക്കാൻ വേണ്ടി. ഇനി അനാക്രമണ സന്ധി വർഷം 1939. ഇനി പേൾ ഹാർബർ ആക്രമണം, അതും PSC ചോദ്യം. വർഷം 1941. 1941 ഹവായ് ദ്വീപിലെ അമേരിക്കൻ നാവിക കേന്ദ്രമായ പേൾ ഹാർബർ ജപ്പാൻ ആക്രമിച്ചു. വർഷം 1941. ഇനി യുദ്ധം ബാക്കി വെച്ചത്, ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ അവസാനം 1945 ഓഗസ്റ്റ് 6 ലിറ്റിൽ ബോയ് എന്ന അണുബോംബ് ഹിരോഷിമ, ആദ്യം ഹിരോഷിമയിലും ആഗസ്റ്റ് 9 3 ദിവസം കഴിഞ്ഞിട്ട് ഫാറ്റ്മാൻ എന്ന അണുബോംബ് നാഗസാക്കിയിലും വർഷിച്ചു. ഇതോടെ ജപ്പാനും കീഴടങ്ങി. അപ്പോൾ ഇവിടെ ഈ ഒരു ചോദ്യം സയൻസ് വിഭാഗത്തിലും ചോദിക്കാറുണ്ട്. അപ്പോൾ 1945 ഓഗസ്റ്റ് 6 ലിറ്റിൽ ബോയ്, ആദ്യത്തെ ബോംബ് ചെറുത് ലിറ്റിൽ ബോയ് എന്നാണ് ബോംബ്. ഹിരോഷിമ നാഗസാക്കി എന്ന് ഓർക്കുക. ഹിരോഷിമ നാഗസാക്കി, ആദ്യം ഹിരോഷിമ. 3 ദിവസം കഴിഞ്ഞ് ഓഗസ്റ്റ് 9 ഫാറ്റ്മാൻ എന്നത് അണുബോംബ് നാഗസാക്കിയിലും വർഷിച്ചു. ഇനി ഹിബാക്കുഷുകൾ, ഇതും PSC LDCക്ക് കഴിഞ്ഞ് ചോദിച്ചത്. ഹിരോഷിമ നാഗസാക്കി ദുരന്തം പേറി ജീവിക്കുന്ന മനുഷ്യരാണ് ഹിബാക്കുഷുകൾ. അപ്പോൾ ഇതുപോലെ തന്നെ സെനൻസ് ചോദിച്ചിട്ടുണ്ട്. ഹിബാക്കുഷുകൾ, ഹിരോഷിമ നാഗസാക്കി ദുരന്തം പേറി ജീവിക്കുന്ന മനുഷ്യ വിഭാഗം ഹിബാക്കുഷുകൾ. ഗോർണിക്ക എന്ന ചിത്രം വരച്ചതാര്? പിക്കാസോ. ഇതും PSCയുടെ ചോദ്യം. ഇനിയാണ് ഈ രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ ഫലമായി ആണ് നമ്മുടെ ഐക്യരാഷ്ട്ര സംഘടന UNO രൂപീകൃതമായി. വർഷം പ്രധാനം 1945 ഒക്ടോബർ 24. പഠിക്കുക. 1945 ഒക്ടോബർ 24 യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ രൂപം കൊണ്ടു. ആസ്ഥാനം അമേരിക്കയിലെ ന്യൂയോർക്കാണ്. ഇനി സഡാക്കോ, PSC ഇതുവരെ ചോദിച്ച് കണ്ടിട്ടില്ല, ഇനി ചോദിക്കാം, ഓർത്തിരിക്കുക. ഹിരോഷിമയിലെ ബോംബ് വർഷത്തിൻ്റെ ഫലമായി ഉണ്ടാകുന്ന അണുവികിരണത്തിൻ്റെ ഇരയാണ് സഡാക്കോ സുസുക്കി എന്ന ബാലിക. അവൾ രോഗശയ്യയിൽ വെച്ച് നിർമ്മിച്ച സഡാക്കോ കൊക്കുകൾ ഇന്ന് യുദ്ധവിരുദ്ധ വികാരത്തിൻ്റെ പ്രതീകമാണ്. സഡാക്കോ ഓർക്കുക. ഇനി ഇവിടെ UN പതാകയുണ്ട്. PSCയുടെ ചോദ്യം, UN പതാകയിലെ കളറുകളുടെ എണ്ണം അല്ലെങ്കിൽ ഏതൊക്കെ കളറുകളാണ്? 2 കളറുകളാണ്, നീലയും വെള്ളയും. പിന്നെ ഇത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഗാന്ധിജി, നെൽസൺ മണ്ടേല, ക്വാമി എൻക്രൂമ, ജോമോ കെനിയാത്ത എന്നിവയെല്ലാം വരുന്നത്. അപ്പോൾ ഇവർ ആ രാജ്യങ്ങളിൽ
സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രവർത്തിച്ച മനുഷ്യ സ്നേഹികൾ. അപ്പോൾ ഗാന്ധിജി ഇന്ത്യക്ക് വേണ്ടി മുന്നിൽ നിന്നു, നെൽസൺ മണ്ടേല ദക്ഷിണാഫ്രിക്കയ്ക്ക് വേണ്ടി മുന്നിൽ നിന്നു, ക്വാമി എൻക്രൂമ ഘാനയ്ക്ക് വേണ്ടി മുന്നിൽ നിന്നു, ജോമോ കെനിയത്ത കെനിയയ്ക്ക് വേണ്ടി. അതിൽ ക്വാമി എൻക്രൂമ അതൊന്നും ഓർത്തിരിക്കും, ഘാന കേട്ട് പരിചയം കാണില്ല. അപ്പോൾ ഘാനയ്ക്ക് വേണ്ടി ക്വാമി എൻക്രൂമ. ഇനിയാണ് നമ്മുടെ ചേരിചേരാ നയം, PSCയുടെ സ്ഥിരം ചോദ്യം. അപ്പോൾ ചേരിചേരാ നയം നമുക്ക് നോക്കാം. രൂപം കൊണ്ടു. ഇതിൻ്റെ ആദ്യ സമ്മേളനം 1955 ഇന്തോനേഷ്യയിലെ ബന്തൂങ്ങിൽ ചേർന്ന സമ്മേളനത്തിൽ വച്ചാണ് ചേരിചേര പ്രസ്ഥാനം രൂപം നൽകാൻ തീരുമാനിച്ചത്. അപ്പോൾ രൂപം നൽകാൻ തീരുമാനിച്ച സമ്മേളനം, ആദ്യ സമ്മേളനം രണ്ടും വ്യത്യസ്തമാണ്. ആദ്യ സമ്മേളനം നടന്നത് എന്നെന്ന് ചോദിച്ചാൽ അത് 1961 ബെൽഗ്രേഡാണ്. അപ്പോൾ ആദ്യ സമ്മേളനം 1961 ബെൽഗ്രേഡ്. എന്നാൽ അത് രൂപം കൊള്ളാൻ കാരണമായ സമ്മേളനം ചോദിച്ചാൽ 1955 ബന്തൂങ്ങിൽ ചേർന്ന സമ്മേളനം. അപ്പോൾ ആദ്യം ബന്തൂങ് സമ്മേളനം, അത് കഴിഞ്ഞിട്ട് ബെൽഗ്രാം 1961. അടുത്ത് ഇവിടെ ഒരു ചോദ്യം ഒളിഞ്ഞിരിപ്പുണ്ട്. പാലസ്തീൻ വിമോചന സംഘടനയുടെ ചെയർമാൻ ആരായിരുന്നു? യാസർ അറാഫാത്ത്. പാലസ്തീൻ വിമോചന സംഘടനയുടെ ചെയർമാൻ യാസർ അറാഫാത്ത്. ഇസ്രായേൽ രാഷ്ട്രം രൂപീകൃതമായ വർഷം 1948. അപ്പോൾ ചൈന ജനകീയ റിപ്പബ്ലിക്കായി കഴിഞ്ഞ ചാപ്റ്ററിൽ പറയുന്നത് 49. അതിന് തൊട്ട് മുൻപാണ് ഇസ്രായേൽ എന്ന രാഷ്ട്രം രൂപീകൃതമായി. വർഷം 1948. ഇനി ഇവിടെ ഒരു ചോദ്യം ഉണ്ട്. സോവിയറ്റ് യൂണിയൻ്റെ അവസാനത്തെ ഭരണപരിഷ്കർത്താവ് ആര് എന്ന് ചോദിക്കാം. കഴിഞ്ഞ വീഡിയോയ്ക്ക് ചോദിച്ചതാണ്. സോവിയറ്റ് യൂണിയൻ്റെ അവസാന പ്രസിഡന്റ് മിഖായിൽ ഗോർബച്ചേവ്. സോവിയറ്റ് യൂണിയൻ്റെ അവസാന പ്രസിഡന്റ് ആരെന്ന് ചോദിച്ചാൽ മിഖായിൽ ഗോർബച്ചേവ്. ഇനി നമുക്കിവിടെ ആഗോളവൽക്കരണം, അതിലേറ്റവും പ്രധാനം IMF ഇൻ്റർനാഷണൽ മോണിക്കുലർ ഫണ്ട്, പിന്നുള്ളത് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ. അതെല്ലാം രൂപീകൃതമായ അതൊക്കെയാണ് ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ചാപ്റ്ററിലുള്ളത്. അപ്പോൾ നമുക്കൊരു ഔട്ട്ലൈൻ കിട്ടി, ഇതിൽ ഏതൊക്കെയാണ് ഉൾപ്പെട്ടിരിക്കുന്നത്, ഏതൊക്കെ മേഖല പഠിക്കണം. അപ്പോൾ പ്രീവിയസ് ചോദ്യങ്ങൾ ഒരുപാട് ഇതിലുണ്ടായിരുന്നു. അപ്പോൾ ഇതുമായി റിലേറ്റ് ചെയ്ത് ഒന്ന് പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ IMF വർഷമെല്ലാം പഠിക്കാനുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ സ്വയം ഒന്ന് കണ്ടെത്തുകയാണ് നല്ലത്. നമ്മൾ പഠിക്കാൻ ശ്രമിക്കുമ്പോഴാണ് അതൊക്കെ വ്യക്തമായി ഒന്ന് ഓർത്തിരിക്കുന്നത്. അപ്പോൾ IMF, പിന്നെ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ, അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ സ്വയം ഒന്ന് എഴുതിയെന്ന് പരിശീലിക്കുക. നമുക്കിനി മൂന്നാമത്തെ ചാപ്റ്ററിലുള്ളത് പൊതുഭരണമാണ്. അത് PSCയുടെ ഒരുപാട് ചോദ്യങ്ങൾ ആ ചാപ്റ്ററിലുണ്ട്. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണുമായിരിക്കും. താങ്ക് യു.